മൂന്നര നേരത്തെ ഈ ഉറക്കവും പിടിച്ചു പോണത് തൈക്കാട്ടുശ്ശേരിയിൽ പഞ്ചവാദ്യം കേൾക്കാനാ. പിന്നെ വെടിക്കെട്ടും കാണണ്ടേ. ഇതിങ്ങനെ നിരത്തി വെച്ചിക്കണ കണ്ടപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ തെറ്റിച്ചൊന്നില്ല. നല്ല അടിപൊളി വെടിക്കെട്ട് ചെയ്യുന്നു. വെടിക്കെട്ടിന്റെ കൂടെ സെൽഫി എടുക്കാനും വേണം ഒരു കഴിവ്. വെടിക്കെട്ട് കഴിഞ്ഞിട്ട് നാങ്കുളത്തേക്കാണ് പോയത്. ഇവിടുന്ന് രാവിലെ തന്നെ ഭഗവതിയും ശാസ്താവും കൂടിയിട്ട് തൈക്കാട്ടുശ്ശേരിയിലേക്ക് പൂട്ടാം. സത്യം പറഞ്ഞ ഈ സമയത്തൊക്കെ എന്ത് രസം. മനസ്സിലെ കുറെ വിഷമം അങ്ങോട്ട് തീർന്നു. എടക്കുന്നി ഭഗവതി പൂജ ക്ഷണിച്ചിട്ടുണ്ട്. ഞാനും കൂടി ഇട്ടാ നടക്കാം. 2 പ്രാവശ്യം കുളിച്ചിട്ടു. ഭയങ്കര ചൂടെടുക്ക രാവിലെ. ഇങ്ങനെ ഭഗവതിയുടെ കൂടെ നടക്കാൻ നല്ല രസമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. തൈക്കാട്ടുശ്ശേരി എത്തിയതും ഇവിടെ ഒരു മിനി ആനക്കോട്ട തന്നെ ഉണ്ടല്ലോ. ഇതിന്റെ ഉള്ളിൽ കയറിപ്പോ സമയം പോയി ഇതറിഞ്ഞേ. ഒരു സൈഡിൽ ആനനെ കുളിപ്പിക്കും, ഒരു സൈഡിൽ ആന ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ നോക്കി നിൽക്കാൻ നല്ല രസം. അടുത്ത മേളത്തെ ഞങ്ങൾ ഒരിക്കലാണ് ഇതൊക്കെ. ഇവിടെ എത്തിയപ്പോ നമ്മള് രാമന് കഴിക്കാനായിട്ട് ഒരു സാധനം കൊടുത്തു. ആളത് കഴിച്ച പടത്തന്നെ തുപ്പി കളഞ്ഞു. അല്ല രാവിലെ തന്നെ ഇതൊക്കെ കൊടുത്തന്നെ തന്നെ പറഞ്ഞാൽ തൈക്കാട്ടുശ്ശേരി പൂജ എനിക്ക് മിസ് ആയിക്കിട്ട് നമ്മുടെ ഇടക്കുന്ന ഭഗവതി തിരിച്ചെത്തി. ഭഗവതിയുടെ 6 മുങ്ങി നിൽക്കണ എന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് നമ്മുടെ ഭഗവതി പോണത് ചക്കംകുളങ്ങൻ അമ്പലത്തിക്ക്. ഇവിടെ പുലർച്ചെ കൂട്ടി എഴുന്നള്ളി. പിന്നെ നമ്മുടെ ഭഗവതി ഉണ്ടാവും. നടന്നു വന്നോണ്ടാണോ അറിയില്ല. ഇങ്ങനെ കഴിക്കുമ്പോ എന്ത് ടേസ്റ്റ് ആണെന്ന്. വയറ് മാത്രല്ല മനസ്സെന്ന് അറിയണ ഈ സംഭവമാണ്. ഞാനിങ്ങനെ കുറെ കാഴ്ച കണ്ടിരിക്കും. നല്ല ചൂടുള്ള സമയം. ഇതില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. ചന്ദ്രശേഖരന്റെ തേട്ടമ്പോ കയറ്റി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അമ്മ വന്നപ്പോ ഇനി കുറച്ചേരം അമ്മേനൂറ്റാന്ന് വിചാരിച്ചു. സംഭവം വിചാരിച്ചതിനേക്കാളും വലിയ വിജയത്തേക്ക് എത്തിയിരിക്കും. എനിക്ക് കഴിക്കാനായിട്ട് ഇത് കടലൊക്കെ മേടിച്ചു. ഇനി കുറച്ചു നേരം മേളം പഞ്ചവാദി രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴേ നമുക്കൊരു കൊച്ചു കൂട്ടുകാരനെ കിട്ടി. നമ്മളെ ഇടക്കുന്നതിന് ഒറ്റയ്ക്കല്ലാട്ടോ വന്നിട്ട്. നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്. വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് മോങ്ങളിഞ്ഞു. എടാ ഞാൻ പൂര എങ്ങനെ വെറൈറ്റി ആയിട്ട് ആസ്വദിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് മച്ചിന്റെ മുകളിൽ കയറിയെന്ന് പൂരം കണ്ടാലോ എന്നുള്ളൊരു തോന്നല് വന്നു. ഞാൻ മാത്രല്ല മണീസ് വേൾഡും ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഫെസ്റ്റിവൽ കേരള. ഇവയുടെ കൂടെ കയറണ വൈബ് ഒറ്റ കയറിയതിന് കിട്ടി. ഇതിന്റെ ഉള്ളിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ കുറെ കരിഞ്ച് കണക്ഷൻ. ഇത് ഫുള്ള് മഴ ചെയ്തോണ്ട് എനിക്കൊരു ചെറിയ പേടി, ചെറിയ അളകലൊക്കെ ഉണ്ടായിരുന്നു നിൽക്കണോണ്ട്. എന്തായാലും ഞങ്ങളിത് അടിച്ചു പൊളിച്ച് ആസ്വദിച്ചു. അടുത്ത വീഡിയോ ഇവിടുത്തെ കൂട്ടെഴുന്നള്ളിപ്പിലെ പഞ്ചായത്ത്. അപ്പൊ അടുത്ത പൂജയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഞാൻ തന്നെ.